ഹായ് ഗൈസ്, വൺ പീസ് വേൾഡിൽ എല്ലാവരും ബിലീവ് ചെയ്യുന്നത് വേൾഡ് ഗവൺമെന്റ് ആണ് ഹൈയസ്റ്റ് പവർ എന്നാണ്. ബട്ട് എല്ലാവരുടെയും മുകളിൽ ഒരു സീക്രട്ട് കിങ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഇമൂസാമ. അതിനു മുന്നേ ആനിമെ റിലേറ്റഡ് കോണ്ടന്റ്സിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കണ്ട. വൺ പീസ് വേൾഡിൽ ദ എംപ്റ്റി ത്രോൺ സിംബലൈസ് ചെയ്യുന്നത് നോ സിംഗിൾ റൂളർ എന്നാണ്. ബട്ട് സീക്രട്ട്ലി ആ ത്രോണിൽ ഇരിക്കുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇമു. ആൻഡ് ഷോക്കിംഗ് പാർട്ട്, 5 എൽഡേഴ്സ് വരെ ഇമുവിന്റെ കമാൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് ഇമു? ഏൻഷ്യൻ കിങ് ആണോ, ഇമോർട്ടൽ ബീയിങ് ആണോ, അത് വോയിഡ് സെഞ്ചുറിയിൽ നിന്ന് സർവൈവ് ചെയ്ത ഒരാളാണോ? വൺ പീസ് വേൾഡിൽ തന്നെ ഹ്യൂജ് മിസ്റ്ററിയാണ് വോയിഡ് സെഞ്ചുറി. 800 വർഷം മുമ്പ് നടന്ന ഹിസ്റ്ററി കംപ്ലീറ്റ്ലി എറേസ് ചെയ്തു. കുറെ പേർ ബിലീവ് ചെയ്യുന്നത് ഇമു ചിലപ്പോൾ ലോസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുമെന്ന്. വേറെ കുറെ പേർ ഇമു ചിലപ്പോൾ 20 കിങ്സിൽ ഒരാളായിരിക്കും ഹു ക്രിയേറ്റഡ് ദ വേൾഡ് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇമു സീക്രട്ട് കിങ് ആവാൻ വേണ്ടി എല്ലാരെയും ബിട്രേ ചെയ്തു എന്നൊക്കെയാണ് ബിലീവ് ചെയ്യുന്നത്. റീസെന്റ് എപ്പിസോഡ്സിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഇമുവിന്റെ ഒരൊറ്റ കമാൻഡിൽ ലുലൂസിയ കിങ്ഡം ഡിസപ്പിയർ ആയി. അത് കണ്ടപ്പോൾ ഒരൊറ്റ കാര്യം ക്ലിയർ ആണ്, ഇമു ജസ്റ്റ് റൂളർ മാത്രമല്ല, ഏൻഷ്യൻ വെപ്പൺ ലെവൽ പവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഫൈനൽ വാറിൽ ലൂഫി വേഴ്സസ് ഇമു ഫൈറ്റ് നടന്നാൽ ആ ബാറ്റിലായിരിക്കും എൻറ്റയർ വേൾഡിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോഴും മുന്നിട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വോയിഡ് സെഞ്ചുറിയുടെ ട്രൂത്ത് റിവീൽ ആവുമോ? ഒരു പെർഫെക്റ്റ് മൊമെന്റ് വരാതെ ഓഡ ബിഗ്ഗസ്റ്റ് സീക്രട്ട് റിവീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.